ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ഇത് പുനരുത്ഥാനത്തിൻ്റെ അധ്യായമാണ്. ക്രിസ്തു മാർഗത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാകുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് ഈ 15-ാം അധ്യായം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സൂചന അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യോടന്തം കാണാം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളായി സുവിശേഷം അവർ പ്രഘോഷിച്ചു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ക്രിസ്തീയ മാർഗത്തെ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യാസമുള്ളതാക്കുന്നു. ക്രിസ്തുവിൻ്റെ കല്ലറ ശൂന്യമായി ഇന്നും കിടക്കുന്നു. അവൻ ജീവിക്കുന്ന രക്ഷിതാവാണ്. അന്നും ഇന്നും പുനരുത്ഥാനം നിഷേധിക്കുന്ന അനേകരുണ്ട്. സദൂക്യരും യവന തത്വജ്ഞാനികളും അവരിൽ ഉൾപ്പെടും. കൊരിന്തിലും പുനരുത്ഥാനം നിഷേധിച്ചിരുന്ന ചിലർ ഉണ്ടായിരുന്നതായി കരുതാം. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശം നൽകുന്നത്. പുനരുത്ഥാനം സുവിശേഷത്തിൻ്റെ അവിഭാജ്യ ഘടകമാകുന്നു. ഈ അധ്യായത്തിൽ അപ്പോസ്തലൻ സുവിശേഷത്തിൻ്റെ നിർവചനം, പുനരുത്ഥാനത്തിൻ്റെ തെളിവുകൾ, പുനരുത്ഥാനം സുവിശേഷത്തിൻ്റെ അവിഭാജ്യ ഘടകം, പുനരുത്ഥാനം സംശയിക്കുന്നവർക്കുള്ള ഉത്തരം, പുനരുത്ഥാനവും വിശ്വാസിയുടെ പ്രത്യാശയും എന്നീ വിഷയങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. സുവിശേഷം ദൈവം ക്രിസ്തുവിൽ കൂടി ഒരുക്കിയ രക്ഷയുടെ ദൂതാകുന്നു. അത് ലോകത്തിനു നൽകിയ സന്തോഷത്തിൻ്റെ സന്ദേശമാണ്. പൗലോസ് അത് പ്രസംഗിച്ചു. കൊരിന്ത്യർക്കത് ലഭിച്ചു. അവർ അതിൽ നിലനിൽക്കുന്നു. സുവിശേഷം അവരെ രക്ഷിച്ചു. അത് നല്ല നിലത്തു വീണ വിത്തുപോലെ ഫലം പുറപ്പെടുവിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പ്രാപിച്ചതുമാണെന്ന് പൗലോസ് ഇവിടെ സാക്ഷിക്കുന്നു. അത് മനുഷ്യജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയുടെ ദൂതാകുന്നു. പൗലോസിൽ നിന്നും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട കൊരിന്ത്യരെ പിന്നെയും ഏതുവിധം സുവിശേഷം അവരെ അറിയിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷം പാപികൾക്ക് ആവശ്യവും രക്ഷിക്കപ്പെട്ടവർക്ക് ആവേശവും നൽകുന്ന സന്ദേശമാകുന്നു. സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയാണ്. അത് തിരുവെഴുത്തുകളിൽ പ്രകാരം സംഭവിച്ച ചരിത്ര സംഭവമാണ്. ഇവിടെ തിരുവെഴുത്ത് പഴയ നിയമത്തെ കാണിക്കുന്നു. ഉൽപ്പത്തി 22, യെശയ്യാ 53 എന്നീ അധ്യായങ്ങൾ അത് വ്യക്തമാക്കിയിരിക്കുന്നു. അവ ക്രിസ്തുവിനെ സാക്ഷ്യം പറയുന്നു. ജീവനെ കൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും ക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. അവൻ്റെ മരണ പുനരുത്ഥാനം പ്രവചന നിവൃത്തിയായിരുന്നു. പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ ആകെ തുക ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയാണ്. അതിനോട് മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് വേറൊരു സുവിശേഷമായി തീരും. അവർ ശാപയോഗ്യരത്രേ. സുവിശേഷം ചരിത്ര യാഥാർത്ഥ്യവും തിരുവെഴുത്തിൻ പ്രകാരമുള്ള രക്ഷണ്യ ദൂതുമാകുന്നു. നോക്കൂ, ഈ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ പുനരുത്ഥാന വിശ്വാസ പ്രമാണമാണ് കാണുന്നത്. പുനരുത്ഥാനം സംബന്ധിച്ചുള്ള ഉപദേശ പിശകുകൾ ഈ അധ്യായത്തിൽ തിരുത്തി ശരിയായ ഉപദേശം പൗലോസ് പഠിപ്പിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഈ സുവിശേഷം പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കൊരിന്തിൽ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 7 മുതൽ 9 വരെ. അതുപോലെ അഥേനയിലും ഈ ചിന്താഗതിക്കാർ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 17, 18-ാം വാക്യം. അതിൽ പ്ലേറ്റോയുടെ സിദ്ധാന്തം അനുസരിച്ച് ആത്മാവ് അനശ്വരമാണ്, എന്നാൽ ശരീരത്തിൻ്റെ പുനരുത്ഥാനം ഇല്ല. 1-2 വാക്യങ്ങളിൽ ക്രിസ്തു പുനരുത്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ തങ്ങളുടെ പ്രസംഗത്തിന് അടിസ്ഥാനമില്ലെന്ന് വരും എന്ന് പൗലോസ് പറയുന്നു. ഈ 2 വാക്യത്തിൽ 6 പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, അത് പൗലോസ് പ്രസംഗിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, അത് കൊരിന്ത്യർക്ക് ലഭിച്ചു. അത് കൊരിന്ത്യർക്ക് ആത്മാവിൻ്റെ നങ്കൂരമായി നിലനിൽക്കുന്നു. മൂന്നാമതായി, നാലാമതായി, അത് അവരെ രക്ഷിച്ചു. 5, അത് അവർ മുറുകെ പിടിക്കണം. 6, അത് നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങൾ പൗലോസ് അവരോട് തിരുത്തി പറയുന്നതല്ല, ആവർത്തിച്ചു പറയുന്നതാണ്. 3-4 വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണം തിരുവെഴുത്തുകൾക്ക് അനുസരണമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നോക്കൂ, ലൂക്കോസ് 24, 25, 26, അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 23. ഉയർത്തെഴുന്നേൽപ്പിച്ച് അത് തെളിയിക്കുവാൻ അടക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതെ, ഈ ഉയർത്തെഴുന്നേൽപ്പ് തെളിയുവാൻ അടക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. മരണവും പുനരുത്ഥാനവും തിരുവെഴുത്തിലും പ്രകാരമായിരുന്നു. സങ്കീർത്തനം 14:10 കൂടി നോക്കുക. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു.
രണ്ടാം ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 2-ാം ഭാഗം, വാക്യങ്ങൾ 5 മുതൽ 8 വരെ. പുനരുത്ഥാനത്തിൻ്റെ തെളിവുകൾ, അതായത് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികൾ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളായവർ അനവധിയാണ്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണമെന്ന് ന്യായപ്രമാണം കൽപ്പിക്കുന്നു. 2-3 സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ ഹീനകൃത്യങ്ങൾക്ക് ആളുകളെ തൂക്കിക്കൊല്ലുന്നു. എന്നാൽ അസംഖ്യം സാക്ഷികൾ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുണ്ടെങ്കിലും അത് വിശ്വസിക്കുവാൻ അനേകർ മടിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. ഇവിടെ കേഫാവ്, അതായത് പത്രോസ്, അതുപോലെ അപ്പോസ്തലന്മാർ, 500-ലധികം സഹോദരന്മാർ, കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ്, ഒടുവിലായി പൗലോസ് എന്നിവർ അതിന് സാക്ഷികളാണെന്ന് പ്രസ്താവിക്കുന്നു. കൂടാതെ മഗ്ദലക്കാരത്തി മറിയയ്ക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ട കാര്യം യോഹന്നാൻ 20:11 മുതൽ 18 വരെയും മത്തായി 28:1 മുതൽ 10 വരെയും കാണുന്നു. അതുപോലെ എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വെളിപ്പെട്ടു. ലൂക്കോസ് 24-ാം അധ്യായം 13 മുതൽ 32 വരെ. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു 10 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അഭിപ്രായപ്പെടുന്നു. ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരിൽ വരുത്തുന്ന രൂപാന്തരം അവൻ ജീവിക്കുന്ന രക്ഷിതാവാണെന്ന് തെളിയിക്കുന്നു. അവൻ പ്രത്യക്ഷപ്പെട്ടവർക്ക് ഒന്നും പ്രശംസിക്കുവാനില്ലായിരുന്നു, എല്ലാം കൃപയാൽ മാത്രം. ആ കൃപ പൗലോസിനെ സുവിശേഷത്തിനായി അത്യധികം അധ്വാനിക്കുവാൻ പ്രേരിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലോ ഒരാത്മാ പരിശോധന ആവശ്യമായിരിക്കുന്നു. ഇവിടെ പൗലോസ് ഞാൻ ഗ്രഹിച്ചത് എന്ന് പറയുന്നത് വെളിപ്പാടിനാൽ പ്രാപിച്ചതായിരിക്കണം. 1 കൊരിന്ത്യർ 11:23, ഗലാത്യർ 1:11-12 നോക്കുക. അതുപോലെ പൗലോസിന് പ്രത്യക്ഷനായതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അകാല പ്രജ എന്ന് ഏറ്റുപറയുന്നു. മറ്റുള്ള എല്ലാവർക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ട കാലത്ത് പൗലോസ് ശിഷ്യന്മാരെ മുടിക്കുവാൻ ഓടി നടക്കുകയായിരുന്നു. അതിനാൽ തക്ക സമയത്ത് കർത്താവിൻ്റെ ശിഷ്യനാകാൻ കഴിയാതെ പോയ തനിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുവാൻ പ്രസാദിച്ചതിനെ പൗലോസ് ഉൾക്കൊള്ളുന്നത് അകാല പ്രജയ്ക്ക് സമൃദ്ധിയായി ജീവൻ ലഭിച്ചതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. 9 മുതൽ 11 വരെ കാണുന്ന ഭാഗത്ത് വരുമ്പോൾ ഏറ്റവും ചെറിയവൻ ദൈവസഭയെ ഉപദ്രവിക്കുവാൻ ഇടയായത് പൗലോസിൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ശ്രദ്ധാർഹമായൊരു കാര്യമാണ്. 1 അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ, 1 കൊരിന്ത്യർ 15:9 നോക്കൂ. അതുപോലെ 2 സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ, എഫേസ്യർ 3:8. അതുപോലെ പാപികളിൽ ഒന്നാമൻ, 1 തിമോത്തി 1:15. 4 ഞാൻ ഏതുമില്ല എന്ന് 2 കൊരിന്ത്യർ 12:11. 5 ഞാനാകുന്നത് കൃപയാലാകുന്നുവെന്ന് 1 കൊരിന്ത്യർ 15:10 പറയുന്നു. എന്നാൽ ചെറിയവൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചു. നോക്കൂ, 1 തിമോത്തി 1:14, 2 കൊരിന്ത്യർ 11:23, റോമർ 15:19. 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ പുനരുത്ഥാനം നിഷേധിക്കുന്നത് അപകടകരം. കൊരിന്ത്യർ സുവിശേഷം വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടവരായിരുന്നു. അതിൽ പുനരുത്ഥാനം മുഖ്യ ഘടകമാകുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ മരിച്ചവരുടെ പുനരുത്ഥാനം നിഷേധിക്കുവാൻ സാധിക്കും എന്ന് അപ്പോസ്തലൻ അവരോട് ചോദിക്കുന്നു. അവർ അന്നത്തെ ജ്ഞാനവാദത്തിനും ഭൗതികവാദത്തിനും പ്രാധാന്യം നൽകിയിരുന്നു. അവർ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചെങ്കിലും മരിച്ചവർ ഉയർക്കുമെന്ന് വിശ്വസിച്ചില്ല. പൗലോസ് അതിൽ അത്ഭുതപ്പെടുന്നു. പുനരുത്ഥാനം നിഷേധിക്കുന്നവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അക്കാലത്തെ നോസ്റ്റിക് ചിന്തകന്മാർ, എപ്പിക്കൂര്യർ തുടങ്ങിയവർ ഉയർപ്പ് അംഗീകരിച്ചിരുന്നില്ല. ഈ വിഭാഗത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. 1, ഈ സുവിശേഷം അറിയിക്കുന്നത് വ്യർത്ഥമാണ്. മരിച്ചയാൾ എങ്ങനെ രക്ഷകനാകുമെന്നാണ് 14-ാം വാക്യം ചോദിക്കുന്നത്. അതുപോലെ 15-16 വാക്യത്തിൽ ഞങ്ങൾ കള്ളസാക്ഷികൾ ആയിത്തീരും എന്ന് പറയുന്നു. മാത്രമല്ല 13-ാമത്തെ വാക്യത്തിൽ വിശ്വാസം അർത്ഥമില്ലാത്തതാകും. 18-ാം വാക്യം ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നിത്യനാശത്തിന് പാത്രമാകും എന്ന് പറയുന്നു. ആകയാൽ പ്രത്യാശിച്ചവരെല്ലാം അരിഷ്ടന്മാരാകുമെന്നും 19-ാം വാക്യത്തിൽ പറയുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് സഭയുടെ ഉൽപ്പത്തിയും അടിസ്ഥാനവും നിലനിൽപ്പും. ഈ അധ്യായത്തിലെ 2-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. 3-ാം ഭാഗത്തേക്ക് നമുക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15 3-ാം ഭാഗം
12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുനരുത്ഥാനം നിഷേധിക്കുന്നത് അപകടകരം, നിഷേധിക്കുന്നതിൻ്റെ ദോഷഫലങ്ങൾ, നിഷേധിക്കുന്നൊരു കൂട്ടരെക്കുറിച്ചും നാം കേൾക്കുകയുണ്ടായി. നോക്കൂ, ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന 5 തത്വചിന്തകൾ. ഒന്ന് പ്ലേറ്റോണിസം. ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്ന പ്ലേറ്റോ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഭൗതിക പ്രപഞ്ചം ആത്മപ്രപഞ്ചത്തിൻ്റെ നിഴൽ മാത്രമാണ്, പാപം അജ്ഞതയാണ്, ജ്ഞാനം മുക്തിയാണ്, പരമമായ ജ്ഞാനത്തെ അന്വേഷിച്ചാൽ മിഥ്യാലോകത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം എന്നിങ്ങനെയുള്ള ഇവരുടെ പഠിപ്പിക്കലുകൾ സാധാരണക്കാരന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായതിനാൽ ഇതിന് അനുയായികൾ കുറഞ്ഞു. ഭാരതത്തിലെ ദ്വൈത ദർശനത്തോട് ഇതിന് സാമ്യമുണ്ട്. ക്രിസ്തീയ ഉപദേശങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ഒരു തത്വചിന്തയാണിത്. 4-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ സഭയിലും ഇതിന് സ്വാധീനമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി, അതായത് സർവരക്ഷാവാദം, എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന ഒരു ദുരുപദേശം ഉണ്ടായി വന്നു. അതിൻ്റെ ആധുനിക രൂപമാണ് ലിബറൽ ദൈവശാസ്ത്രം. രണ്ടാമതായത് നോസ്റ്റിസിസമാണ്, ജ്ഞാനവാദികൾ. ഈ നോസിസിസ്റ്റ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. ഒരാൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ അയാൾക്ക് വിശേഷതരമായ ജ്ഞാനം ഉണ്ടായിരിക്കണം. ശരീരം മിഥ്യയും ആത്മാവ് നിത്യവുമായതിനാൽ ശരീരത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും അതൊന്നും ആത്മാവിനെയോ മുക്തിയെയോ ബാധിക്കുകയില്ല എന്ന് ഇവർ പഠിപ്പിച്ചു. യേശു ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു എന്നും യേശുവിൻ്റെ സ്നാനസമയത്ത് ക്രിസ്തു ഒരു പ്രാവ് പോലെ അവൻ്റെ മേൽ ആവസിക്കുകയായിരുന്നു എന്നും യേശുവിൻ്റെ ക്രൂശീകരണത്തോടെ ക്രിസ്തു യേശുവിനെ വിട്ടുപോവുകയും യേശു എന്ന മനുഷ്യൻ മരിക്കുകയും ചെയ്തു എന്ന ദുരുപദേശമാണ് അവർ പ്രധാനമായി പഠിപ്പിച്ചത്. അപ്പോസ്തലപ്രവൃത്തികൾ 8:18 പറയുന്ന മന്ത്രവാദിയായ ശമരിയിലെ ശീമോനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്നും പറയുന്നു. അതുപോലെ മൂന്നാമതായി എപ്പിക്കൂറിയനിസം. എപ്പിക്കൂറസ് എന്ന ആളാണ് ഈ ആശയത്തിൻ്റെ പിതാവ്. BC 341 മുതൽ 270 വരെയുള്ള കാലഘട്ടം. പരമാണുക്കളുടെ ക്രമരഹിതവും യാദൃച്ഛികവുമായ ചലനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇവിടെ സുഖങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുമായിരുന്നു ഇവരുടെ ആശയം. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികൾ 17:18. നാലാമതായി സ്റ്റോയിസം. കുപ്രോസ് ദ്വീപുകാരനായ സീനോ ആണ് ഇതിൻ്റെ സ്ഥാപകൻ. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരമായ യുക്തി, അതായത് കാരണം മാത്രമാണ് ഈശ്വരൻ, അല്ലാതെ വ്യക്തിയല്ല എന്ന് അവർ പഠിപ്പിച്ചു. ഇക്കൂട്ടർ സകലതും യുക്തിക്ക് അടിസ്ഥാനപ്പെട്ടു മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഒരാളെ സഹായിക്കുന്നത് സ്നേഹം എന്ന വികാരം കൊണ്ടല്ല, പ്രത്യുത സഹായിക്കുക എന്നുള്ള സാധാരണ തത്വമാണെന്ന യുക്തി കൊണ്ടാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. എല്ലാ നിലയിലും ക്രിസ്തീയ ആശയത്തിൽ നിന്നും അകലെയായിരുന്നു ഇവർ. ദൈവമോ സൃഷ്ടാവോ ആത്മരക്ഷയോ ഇല്ല എന്ന ദുരുപദേശം ഇവർ പഠിപ്പിച്ചു. ലോകം തീയിൽ നിന്നും ഉത്ഭവിച്ചതാണെന്നും അത് തീയിലേക്ക് മടങ്ങിച്ചേരുമെന്നും അവർ വിശ്വസിക്കുന്നു. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികൾ 17:18. അതുപോലെ ഡോസറ്റിസം, സെറന്തനിസം എന്ന് പറയും. ഈ ഡോസറ്റിസം ഇത് ഈ നോസിസിസത്തിൻ്റെ ഒരു അവതാര വിഭാഗമാണ്. ഇവർ സെറന്തനിസം എന്നും അറിയപ്പെട്ടു. സെറന്തിസ് എന്ന യഹൂദനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ക്രിസ്തുവിൻ്റെ ശരീരം യഥാർത്ഥമല്ലെന്നും ഒരു മായക്കാഴ്ച മാത്രമായിരുന്നു എന്നും അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും മായയായിരുന്നു എന്നും അവർ പഠിപ്പിച്ചു. ഇവർ ജനത്തെ യഹൂദ മതത്തിലേക്ക് ആകർഷിക്കാനും ശ്രമിച്ചു. അതെ, അക്കാലത്തെ നോസ്റ്റിക് ചിന്തകന്മാർ, എപ്പിക്കൂര്യർ തുടങ്ങിയവർ ഉയർപ്പ് അംഗീകരിച്ചിരുന്നില്ല. ഇവരുടെ ജ്ഞാനത്തെയാണ് ചിലർ പഠിച്ചിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടുകയും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വേദപുസ്തകം നന്നായി അറിയുവാൻ, പഠിക്കുവാൻ ആത്മാവിൽ ശരണപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് താൻ എഴുതിയ നിലയിൽ തന്നെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. ഇവിടെ 3-ാം ഭാഗം പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 4-ാം ഭാഗത്തേക്ക് വരാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 4-ാം ഭാഗം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു ഉയർപ്പിൻ്റെ ആദ്യ ഫലം. നോക്കൂ, മരിച്ച
വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ക്രിസ്തു ആദ്യ ഫലമാണ്. വിശുദ്ധന്മാരുടെ മരണം അവർക്ക് നിദ്രയാകുന്നു. ഇസ്രായേൽ കൊയ്ത്തിലെ ആദ്യ ഫലം ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ആദ്യ ഫലം ഇനിയും കൊയ്യുവാനുണ്ടെന്നുള്ള വസ്തുത അത് അനുസ്മരിപ്പിക്കുന്നു. ആദ്യ ഫലം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ നിഴലാണ്. ആദാമിൻ്റെ അനുസരണക്കേട് മൂലം എല്ലാവരും മരിക്കുന്നു. ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അത് മരിക്കാതെ വണ്ണം ജീവിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവർ ന്യായവിധിക്കായി ഉയർക്കും. സകല മനുഷ്യരും രക്ഷിക്കപ്പെടും എന്ന് ഇതിന് അർത്ഥമില്ല. ക്രിസ്തു തിരസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികൾ രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിനുള്ളവരുടെ ഉയർപ്പ് അവൻ്റെ വരവിൽ സംഭവിക്കും. അതിൽ പഴയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെടും. ദുഷ്ടന്മാരുടെ ഉയർപ്പ് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കും. അതാണ് അവസാനത്തെ പുനരുത്ഥാനം. ഇന്ന് കർത്താവ് സകല അധികാരവും ലഭിച്ചവനാണ്. ആദം നഷ്ടപ്പെടുത്തിയ അധികാരം വീണ്ടെടുക്കുവാൻ ക്രിസ്തു മനുഷ്യനായി കടന്നു വന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവസാരാംശത്തിൽ ഒന്നാണെങ്കിലും ആളത്വത്തിൽ വെവ്വേറെയാകുന്നു. ദൈവഹിതം നിവർത്തിക്കുവാൻ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടു. സകലത്തെയും കീഴ്പ്പെടുത്തി ഈ അഖിലാണ്ടത്തിൻ്റെ ആധിപത്യം പുത്രൻ കൈവരിക്കും. ഒടുവിലത്തെ ശത്രുവായ മരണത്തെയും നീക്കിക്കളയും. ദൈവത്തിൻ്റെ പരമാധികാരത്തെ എതിർക്കുന്ന സകലത്തെയും നശിപ്പിക്കുവാൻ അധികാരം ലഭിച്ചവനാണ് ക്രിസ്തു. അങ്ങനെ സഹസ്രാബ്ദത്തിൽ അവൻ രാജാവായി വാഴും. തനിക്കുള്ളവരായ നാമം അവനോട് കൂടെ വാഴും. പിന്നെ കാലസമ്പൂർണത എന്ന നിത്യയുഗം ആരംഭിക്കും. അതിനു മുമ്പ് പുത്രൻ സകല ആധിപത്യവും പിതാവിനെ ഏൽപ്പിക്കും. ദൈവം സകലത്തിലും സകലവും ആകുന്നത് അപ്പോഴാണ്. പുതിയ ആകാശഭൂമിയിൽ എത്തുമ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ആദ്യ ഫലത്തിന് ആദ്യ വിളവ് എന്ന് പറയാം. കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ ശബത്തിൻ്റെ പിറ്റേ ദിവസം പുരോഹിതൻ ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉയർത്തിക്കാണിക്കുന്നത് ക്രിസ്തു ആദ്യ ഫലമായി ഉയർത്തതിൻ്റെ നിഴലാണ്. ലേവ്യർ 23:10 നോക്കൂ. കർത്താവ് ഉയർത്തതിന് മുമ്പ് പലരും പഴയ നിയമത്തിലും ലാസർ ഉൾപ്പെടെ പലരും പുതിയ നിയമത്തിലും ഉയർത്തിട്ടുണ്ട്. എന്നാൽ അവരാരും തിരസ്കരിക്കപ്പെട്ട് ഉയർത്തില്ല. അതിനാൽ വീണ്ടും മരിച്ചു. ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടവനായി ഉയർത്തിയിട്ട് 2000 വർഷം കഴിഞ്ഞു. എന്നാൽ ക്രിസ്തുവിനുള്ളവർ ഇനി ഉയർക്കുന്നത് അവൻ്റെ വീണ്ടും വരവെങ്കിലാണ്. അത് താന്താൻ്റെ നിരയിലാണ് എന്നും പറയുന്നു. ക്രിസ്തുവിനുള്ളവർ അല്ലാത്തവർ എന്നിങ്ങനെ 2 നിരയിൽ ഉയർക്കും എന്ന് സാരം. ക്രിസ്തുവിനുള്ളവർ ഇനിയും തിരസ്കരിക്കപ്പെട്ട് ഉയർക്കുന്നത് അവൻ്റെ കാഹളനാദത്തെങ്കിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ആദ്യമായി ഉയർത്ത കർത്താവിനെ ആദ്യ ഫലം എന്ന് പറയുന്നത്. നോക്കൂ, കൊലോസ്യർ 1:18. 26-ാം വാക്യത്തിൽ മരണം നീങ്ങിപ്പോകും എന്നും പറയുന്നു. മരണത്തിന് കീഴടക്കുവാൻ ഇനിയും ആരെയും കിട്ടുകയില്ല എന്ന സ്ഥിതി വരും. അപ്പോൾ മരണം എന്ന പ്രക്രിയ ഇല്ലാതാകും. വെളിപ്പാട് 20:14, 21:4 കൂടി നോക്കൂ. 27, 28 വാക്യങ്ങൾ കൂടി നോക്കൂ. സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവൻ ഒഴികെ. 28-ാം വാക്യത്തിൽ പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും എന്ന് പറയുന്നു. പിതാവും പുത്രനും ഒന്നാകുന്നു എന്നത് ദൈവത്വത്തിൽ ആണ്. എന്നാൽ താത്വികമായി ആളത്വത്തിൽ വെവ്വേറെയായി പ്രവർത്തിക്കുന്നു. ആ വെവ്വേറെയായ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ് കീഴ്പ്പെട്ടിരിക്കും എന്ന് പറയുന്നത്. ഭൂമിയിൽ ദൈവം മനുഷ്യന് കൊടുത്ത വാഴ്ച സാത്താൻ തട്ടിയെടുത്തു. അത് അവസാനിപ്പിച്ച് ആധിപത്യം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൂടിയാണ് യേശു മനുഷ്യപുത്രനായി കടന്നു വന്നത്. യെശയ്യാ 32:1, യെഹെസ്കേൽ 48:35, വെളിപ്പാട് 21:3, 5, 24 എന്നീ വാക്യങ്ങൾ കൂടി നോക്കൂ. അങ്ങനെ നോക്കിയാൽ ഭാവി മഹത്വം, മരണം, ആദിയായവ കൂടുതൽ നമുക്ക് വ്യക്തമാകും. ഈ അധ്യായത്തിൻ്റെ 4-ാം ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു. 5-ാം ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 5-ാം ഭാഗം നോക്കൂ. ഇവിടെ 29 മുതൽ 34 വരെ പുനരുത്ഥാനം വിശുദ്ധ ജീവിതത്തിന് പ്രേരണ നൽകുന്ന കാര്യമാണ് പറയുന്നത്. അതിലൊന്ന് ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്.
അന്ന് മരിച്ചുപോയ പ്രായമുള്ളവർക്ക് വേണ്ടി പുതിയ വിശ്വാസികൾ സ്നാനപ്പെടുന്ന പരിചയമുണ്ടായിരുന്നു. സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ ഇരിക്കുന്ന ചിലർ മരിച്ചു പോകുമ്പോൾ, ഒരു പക്ഷേ രക്തസാക്ഷികളായി മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി തൽസ്ഥാനത്ത് ചിലർ സ്നാനപ്പെടുന്നു. പുനരുത്ഥാനമില്ലെങ്കിൽ എന്തിന് സ്നാനപ്പെടുന്നു? സ്നാനം മരണ പുനരുത്ഥാനത്തെയാണല്ലോ കാണിക്കുന്നത്. ഈ വിഷയം ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളതും വളരെ അഭിപ്രായ ഭിന്നത ഉളവാക്കിയതുമായ ഒന്നാണ്. മാത്രമല്ല, ഇത് വേദാനുസരണമല്ല. അപ്പോസ്തലൻ കഷ്ടതകൾ സഹിച്ചത് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം മൂലമാണ്. പീഡനങ്ങളെ അതിജീവിക്കുവാൻ ഈ പ്രത്യാശയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പൗലോസും സഹപ്രവർത്തകരും എപ്പോഴും പ്രാണഭയത്തിൽ കഴിഞ്ഞിരുന്നു. എങ്കിലും കൂട്ടുവിശ്വാസികളിൽ താൻ പ്രശംസിച്ചിരുന്നു. എഫെസോസിൽ താൻ മൃഗയുദ്ധത്തിൽ ഏർപ്പെട്ടത് പുനരുത്ഥാന ശക്തിയെക്കുറിച്ചുള്ള പ്രത്യാശ നിമിത്തമാണ്. ആ യുദ്ധത്തിൽ പൗലോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. എപ്പിക്കൂര്യർ എന്ന തത്വചിന്തകരുടെ ചിന്താഗതി തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ളതാണ്. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അത് വെറും മാനുഷിക ചിന്താഗതിയാണ്. പൗലോസ് അതിന് അടിമയായിരുന്നില്ല. ഈ ആശയങ്ങളിൽ വഞ്ചിക്കപ്പെടരുതെന്ന് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നു. സാത്താൻ്റെ വഞ്ചനയിൽ വീഴാതിരിപ്പാൻ ദുഷിച്ച കൂട്ടുകെട്ട് ഒഴിഞ്ഞിരിക്കണം. കൊരിന്ത്യർ സ്വയം ജ്ഞാനികൾ എന്ന് അഭിമാനിച്ച് ആത്മീക മയക്കത്തിൽ കഴിഞ്ഞിരുന്നു. അവർക്ക് ആത്മീയ ഉണർവ് ആവശ്യമാണ്. അപ്പോൾ നീതി പ്രവർത്തിക്കുന്നവരാകും, പാപത്തിന് മേൽ ജയം പ്രാപിക്കും. ജ്ഞാനികൾ എന്ന് ഭാവിച്ച് പുനരുത്ഥാനം നിഷേധിക്കുന്നവർ സ്വയം ലജ്ജിക്കണം എന്ന് അപ്പോസ്തലൻ പറയുന്നു. നോക്കൂ, ഇവിടെ 29-ാമത്തെ വാക്യം മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ വാക്യത്തിൽ പറയുന്ന സ്നാനത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ നിരവധി അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനമായ 3 അഭിപ്രായങ്ങൾ പറയാം. ഒന്ന്, ക്രിസ്ത്യാനുഭാവികളായി നടന്ന ചിലർ സ്നാനപ്പെടാൻ കഴിയാതെ മരിച്ചുപോയി. സ്നാനമേറ്റില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ച് ചിലർ അവരോടുള്ള സ്നേഹത്തെ പ്രതി അവർക്ക് വേണ്ടി സ്നാനമേറ്റിരുന്നു. മറ്റൊന്ന്, പീഡനകാലങ്ങളിൽ ജലസ്നാനത്തിൽ ക്രിസ്തുവിനെ സാക്ഷിച്ചവരിൽ ചിലർ അതോടുകൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനം പൂരിപ്പിക്കേണ്ടതിന് വേണ്ടി ചിലർ മുമ്പോട്ട് വരികയും മരിച്ചവർക്ക് വേണ്ടി അതേ സ്ഥാനത്ത് സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. മൂന്നാമതായി, കൊരിന്തിലെ വിഗ്രഹാരാധികളായ സെരീനിയൻസ് എന്ന ജാതികൾ മരിച്ചവരെ പുനരുത്ഥാനത്തിനു വേണ്ടി പല ശേഷക്രിയകളും ചെയ്തിരുന്നു. അതിലൊന്നായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. അതായത് ഈ കർമാചാരങ്ങളോട് സാമ്യമുള്ളതാണ് ഇന്ന് ജാതികളിൽ കാണുന്ന മരണാനന്തര ക്രിയകൾ. ശ്രാദ്ധം, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന, ഒപ്പീസ് ആദ്യ ആചാരങ്ങൾ ഇന്ന് പല ക്രിസ്തീയ സഭകളിലും കാണുന്നുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി അവരുടെ ഇടയിൽ സ്നാനമേൽക്കുന്ന ചിലരുടെ ദുരാചാരത്തെ പുനരുത്ഥാനം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവിനായി പൗലോസ് എടുത്തു പറയുന്നു. അഥേനയിലെ അജ്ഞാത ദേവൻ യേശുക്രിസ്തുവാണെന്ന് പൗലോസ് തെളിയിച്ചതുപോലെ ഇവിടെ പുനരുത്ഥാനമുണ്ടെന്ന് തെളിയിക്കുവാൻ അവിടെ ഇടയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെ പൗലോസ് ഉദാഹരണമാക്കി യഥാർത്ഥ പുനരുത്ഥാനത്തെ സ്ഥാപിക്കുന്നു. 31-ാമത്തെ വാക്യത്തിൽ ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറയുന്നത് നിരന്തരം മരണവുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ജീവിതം മരണത്തിന് സമമായി പൗലോസ് സ്വീകരിക്കുന്നു. 1 കൊരിന്ത്യർ 4:9, 2 കൊരിന്ത്യർ 1:8, 9, 11:23, റോമർ 8:35 ആദിയായ വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നോക്കി പഠിക്കുക. 32-ാമത്തെ വാക്യം എഫെസോസിലെ മൃഗയുദ്ധമാണ്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കാരണം റോമ പൗരനെ ക്രൂശിക്കുവാനോ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുവാനോ പാടില്ല. അക്ഷരപ്രകാരം മൃഗയുദ്ധം ചെയ്തവൻ അതോടെ മരിച്ചിരിക്കും. എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ജനത്തെ മൃഗങ്ങൾ എന്ന് ഗ്രേക്കർ വിളിക്കാറുണ്ട്. ഡെമത്രിയോസ് സംഘത്തിൻ്റെ കലാപമോ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 19:23 കാണുന്നത്, അതുപോലെ ആസിയയിലെ പ്രശ്നങ്ങളോ 2 കൊരിന്ത്യർ 1:8 ഇവയായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഫെസോസിലെ ഹീരാക്ലീറ്റസ് തൻ്റെ നാട്ടുകാരെ ദുഷ്ട മൃഗങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 22:12, 16, 20, 21 വാക്യങ്ങളിൽ ശത്രുക്കളെ കാള, സിംഹം, നായ, കാട്ടുപോത്ത് എന്നിവയുമായി ചിത്രീകരിക്കുന്നതും ഇതോടുള്ള ബന്ധത്തിൽ നോക്കുക. ഈ 15-ാം അധ്യായത്തിൻ്റെ 5-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. 6-ാം ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15, 6-ാം ഭാഗം 35 മുതൽ 49 വാക്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം വരാം. പുനരുത്ഥാനത്തിൻ്റെ സ്വഭാവമാണ്
എങ്ങനെയുള്ള ശരീരത്തോടു കൂടെയാണ് പുനരുത്ഥാനം ചെയ്യുന്നത്? മരിച്ച ശരീരം മണ്ണിൽ ജീർണിച്ചു പോകും. അത് വിശദീകരിക്കുവാൻ സസ്യലോകത്തിലെ വിത്തിനെക്കുറിച്ച് പറയുന്നു. വിത്ത് നശിക്കുന്നതിനാലാണ് പുതിയ ചെടിക്ക് ജീവൻ ലഭിക്കുന്നത്. വിത്ത് നശിച്ചിട്ട് പുതിയ ചെടി വളരുമാറാക്കുന്ന ദൈവം പുനരുത്ഥാനത്തിലും അതേ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോഴത്തെ ശരീരവും പുനരുത്ഥാന ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യ ശരീരം ഭൗമികവും ദ്രവത്വമുള്ളതും തേജസ്സില്ലാത്തതുമാണ്. എന്നാൽ പുനരുത്ഥാന ശരീരം സ്വർഗീയവും ദ്രവത്വമില്ലാത്തതും തേജസ്സുള്ളതുമാകുന്നു. അപ്പോൾ പ്രാകൃത ശരീരം ആത്മിക ശരീരമായി രൂപാന്തരപ്പെടും. പ്രാകൃത ശരീരം പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമാണ്. ആത്മിക ശരീരം ആത്മാവിൻ്റെ ഭരണത്തിനും പുനരുത്ഥാന ശരീരത്തിന് അതതിൻ്റെ തേജസ്സും ഉണ്ടായിരിക്കും. അത് സ്വർഗീയ ചുറ്റുപാടുകൾക്ക് യോഗ്യമായതും ആയിരിക്കും. പുനരുത്ഥാനം ദൈവശക്തിയാൽ സംഭവിക്കുന്നതാണ്. ഒന്നാം ആദം ജീവനുള്ള ദേഹിയാകുന്ന അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് അവൻ സൃഷ്ടിക്കപ്പെട്ടു. മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി. ഒടുക്കത്തെ ആദമായ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ദേഹിക്ക് ചേർന്ന ശരീരം ആദാമിന് ലഭിച്ചു. അതുപോലെ ആത്മാവിന് ചേരുന്ന തേജസ്സുള്ള ശരീരം ക്രിസ്തുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ വരവിൽ അത് സംഭവിക്കും. അന്ന് നാം ക്രിസ്തുവിനോട് സമന്മാർ ആകും. പാപമില്ലാത്ത ദ്രവത്വമില്ലാത്ത തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശ അതെത്ര ശ്രേഷ്ഠമാകുന്നു. ഈ 35 മുതൽ 49 വരെ നാം നോക്കുമ്പോൾ എങ്ങനെ ഉയർക്കുമെന്നും ഏത് വിധത്തിലുള്ള ശരീരത്തോടെ ഉയർക്കുമെന്നും ഇവിടെ ചോദിക്കുന്നു. ജീർണിച്ചു പോയ ശരീരം ജീവൻ പ്രാപിച്ച് ഉയർക്കുമെന്ന് ഗ്രേക്കർക്ക് വിശ്വാസമില്ലായിരുന്നു. പൗലോസ് ഒന്നാമത്തെ സംശയത്തിൻ്റെ ഉത്തരം മൂഢ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. കാരണം ശ്രദ്ധിച്ചാൽ ഏത് മൂഢനും അത് മനസ്സിലാക്കാവുന്നതാണ്. വിതച്ച വിത്ത് നശിക്കാൻ തുടങ്ങുന്നതോടു കൂടിയാണ് അതിൽ ജീവൻ തുടിച്ച് വിത്ത് മുളച്ചു വരുന്നത്. അത് എപ്പോഴും എല്ലാവരും കാണുന്നതാകൊണ്ട് അതിലെ അത്ഭുതം ആരും ശ്രദ്ധിക്കാറില്ല. വിത്ത് മുളയ്ക്കുന്ന പ്രമാണം തന്നെയാണ് പുനരുത്ഥാനത്തിലും നടക്കുന്നത് എന്ന് പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നു. അതുപോലെ ഏതുവിധ ശരീരത്തോടെ ഉയർക്കും? 37 മുതലുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. വിതയ്ക്കുന്ന വിത്തും ഉണ്ടായി വരുന്ന ചെടിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും വിത്തിനേക്കാൾ ചെടി തേജസ്സുറ്റതാണ്. അതുപോലെ മരണം ഒരു വ്യതിയാനത്തിന് മുഖാന്തരമാണ്. ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തിന് പഴയ ശരീരത്തോട് സാദൃശ്യമുണ്ടെങ്കിലും അത് ശക്തവും തേജസ്സേറിയതുമായിരിക്കും. ധാന്യം വിതയ്ക്കുന്നു, ഒരു ചെടി അതിൽ നിന്നും ഉയർന്ന് വരുന്നു എന്നുള്ളതാണ്. 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്പോഴത്തെ ശരീരവും പുനരുത്ഥാന ശരീരവും തമ്മിലുള്ള വ്യത്യാസം തെളിയിക്കാൻ ചില ഉപമകൾ പറയുന്നു. അതിലൊന്ന്, ജന്തുക്കളുടെ മാംസം കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസം തോന്നുകയില്ലെങ്കിലും ഘടനയിലും ഗുണത്തിലും വ്യത്യാസമുണ്ട്. അതത് തരം എന്ന് പറയുന്ന പ്രയോഗം ഉൽപ്പത്തി 1:11, 12 ആദിയായ ഭാഗങ്ങളിൽ പറയുന്നതിനോട് യോജിക്കുന്നു. രണ്ടാമത്, ആകാശഗോളങ്ങളുടെ തേജസ് തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ പുനരുത്ഥാന ശരീരങ്ങളുടെ മഹത്വത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഏതുവിധ ശരീരത്തോടെ ആയിരിക്കും ഉയർക്കുന്നത് എന്ന രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഇവിടെ അടക്കത്തെ വിതയോട് ഉപമിക്കുന്നു. ജീവൻ പിരിഞ്ഞാൽ ശരീരം ദ്രവിക്കും. അപമാനത്തിൽ വിതയ്ക്കുന്നു എന്ന് പറയാൻ കാരണം മണ്ണിലേക്ക് ശവശരീരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹുമാന്യതയും അതിന് കിട്ടാതെ ദ്രവിച്ചു പോകുന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ പുനരുത്ഥാന ശരീരം തേജസ്സും ശക്തിയും പ്രാപിച്ചതാണ്. അത് പ്രകൃതിക്കല്ല, സ്വർഗീയ ചുറ്റുപാടുകൾക്ക് അനുസൃതമായതും ആത്മാവിൻ്റെ ഭരണത്തിന് വിധേയമായതും ക്രിസ്തുവിൻ്റെ ശരീരത്തിന് അനുരൂപമായതും ആയിരിക്കും. അതുപോലെ 45-ാമത്തെ വാക്യം ജീവനുള്ള ദേഹിയായി തീർന്ന ഒന്നാം ആദം. ദേഹി എന്ന പദം വ്യക്തിത്വത്തെ കാണിക്കുന്നു. ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ് വ്യക്തിയായി തീർന്നത്. ശരീരം കാണാനാകും, എന്നാൽ ദേഹിയും അതായത് പ്രാണൻ ആത്മാവും അദൃശ്യമാണ്. അതുപോലെ ഒടുക്കത്തെ ആദം, രണ്ടാം ആദം എന്ന പ്രയോഗം ബൈബിളിലില്ല. ഒന്നാം ആദം വീഴ്ചയിൽ അകപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ശിരസ്സായിരിക്കുന്നു. എന്നാൽ ഒടുക്കത്തെ ആദം വീണ്ടെടുക്കപ്പെട്ടവരുടെ ശിരസ്സാണ്. ഒന്നാം ആദാമിൽ നിന്നും ഭൗമിക ജീവൻ ലഭിക്കുന്നു. ഒടുക്കത്തെ ആദം ആത്മിക ജീവൻ തരുന്നു. ഭൗമിക ദേഹിക്ക് ചേർന്ന ശരീരം ഒന്നാം ആദാമിൽ നിന്ന് ലഭിക്കുന്നത് പോലെ ആത്മിക ജീവനു വേണ്ട ശരീരം കർത്താവിൽ നിന്ന് ലഭിക്കും. അത് കർത്താവിൻ്റെ രണ്ടാം വരവിലത്രേ. ഈ അധ്യായത്തിൻ്റെ 6-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്ന് നമുക്ക് 7-ാം ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15 അതിൻ്റെ 7-ാം ഭാഗം, പുനരുത്ഥാനവും വിശ്വാസിയുടെ പ്രത്യാശയും 50 മുതൽ 58 വരെ. ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ അന്ന് ജീവിക്കുന്ന വിശ്വാസികൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ദ്രവിച്ചു പോകുന്ന ശരീരം സ്വർഗത്തിന് യോഗ്യമായതല്ല. രൂപാന്തരം പ്രാപിച്ച് തിരസ്കരിക്കപ്പെട്ട ഒരു ശരീരമാണ് അവിടെ ആവശ്യം. കർത്താവിൻ്റെ വരവെങ്കിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ മരിക്കയില്ല, അവർ രൂപാന്തരം പ്രാപിക്കും. ഫിലിപ്പിയർ 3:21. ഇത് പൗലോസിന് വെളിപ്പെട്ട ഒരു മർമ്മമായിരുന്നു. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും രൂപാന്തരപ്പെടും. അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ അത് സംഭവിക്കും. അപ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:15 മുതൽ 17 വരെ. അന്ന് ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കും. അത് തിരസ്കരിക്കപ്പെട്ട ശരീരമായിരിക്കും. മരണമില്ലാത്ത ഒരു ശരീരമാണ് അത്. ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണെന്നുള്ളത് ഇനി പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ? അതെല്ലായിടവും അംഗീകരിക്കപ്പെട്ടതാണ്. ആദാമ്യ ശാപത്താൽ ഉളവായ മരണം ഒടുക്കത്തെ ആദാമായ ക്രിസ്തു നീക്കിക്കളഞ്ഞിരിക്കുന്നു. ക്രിസ്തു ജയാളിയായി വിജയാഘോഷം മുഴക്കുന്നു. ഇവിടെ മരണത്തെ വിഷമുള്ളിനോട് പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ മരണം എന്നേക്കുമായി നീങ്ങിപ്പോകും. അന്ന് മരണമേ നിന്റെ ജയം എവിടെ എന്ന് രൂപാന്തരപ്പെടുന്നവരും, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉയർത്തെഴുന്നേറ്റവരും ജയഘോഷം മുഴക്കും. മരണത്തിന് കാരണം പാപമാകുന്നു. ന്യായപ്രമാണം പാപബോധം നൽകുന്നു. ക്രിസ്തു പാപത്തെയും മരണത്തെയും ജയിച്ചിരിക്കുന്നു. മരണം ഇന്ന് പരാജിതനായ ഒരു ശത്രുവാണ്. ക്രിസ്തുവിനുള്ളവർ മരണഭീതിയിൽ കഴിയേണ്ടവരല്ല. അവർ മരിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശുഭപ്രതീക്ഷയിൽ നിദ്ര കൊള്ളുന്നു. ക്രിസ്തു സമ്പാദിച്ച ജയത്തിൻ്റെ അനുഭവക്കാരായി നാം അവനെ സ്തോത്രം ചെയ്യുന്നവർ ആകുവാൻ അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു മൂലം മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള ജയവും സ്വാതന്ത്ര്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ഉത്സാഹരാകുവാൻ നമ്മെ പ്രേരിപ്പിക്കണം. നാം പരീക്ഷകളിൽ വീഴാതെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി കർത്താവ് നൽകിയ വേലയിൽ വർദ്ധിച്ചു വരണം. കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും അവനായി അത്യധ്വാനം ചെയ്യുവാൻ നമ്മെ നിർബന്ധിക്കണം. പുനരുത്ഥാനത്തെക്കുറിച്ച് നമുക്ക് പ്രത്യാശയില്ലെങ്കിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമാകുന്നു. അവനിൽ പ്രത്യാശയുള്ളവർ കർത്തൃവേലയിൽ ശുഷ്കാന്തിയുള്ളവരാകുവാൻ അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നു. നോക്കൂ, ഈ 50 മുതൽ 58 വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് ദ്രവത്വമുള്ള ശരീരത്തിന് സ്വർഗം പ്രാപിക്കാനാകില്ല എന്നതാണ്. അതിന് രൂപാന്തരം വരണമെന്ന് 50-ാം വാക്യത്തിൽ പറയുന്നു. അതിനെല്ലാവരും ദ്രവിക്കണമെന്നില്ല. അല്ലാതെ എങ്ങനെയെന്നത് പൗലോസിന് വെളിപ്പെട്ടു. 1 കൊരിന്ത്യർ 2:7 ആ മർമ്മത്തെക്കുറിച്ച് പറയുന്നു. 1 തെസ്സലോനിക്കർ 4:13 മുതൽ 17 ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ മരിക്കാത്തവർക്ക് മുമ്പായി ഉയർക്കുമെന്ന് പറയുന്നു. മരിച്ചവർ തിരസ്കരിക്കപ്പെട്ട് ഉയർക്കുന്നതോടൊപ്പം ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നും അവിടെ പറയുന്നു. ഫിലിപ്പിയർ 3:21 ഇക്കാര്യം പറയുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ ഒരു കൂട്ടം വിശ്വാസികൾ തങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കും. എന്നാൽ അവർ രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അവരെ കാണാനില്ലെന്ന് വിലപിക്കുകയായിരിക്കും. അത് അന്നത്തെ ഒരു വലിയ അത്ഭുതമായിരിക്കും. നോക്കൂ, 52-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാഹളം ധ്വനിക്കും. ഇവിടെ അന്ത്യകാഹളം എന്ന് പറയുന്നത് തന്നെയാണ് 1 തെസ്സലോനിക്കർ 4:16 ദൈവത്തിൻ്റെ കാഹളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാസറെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചു. ലാസർ മാത്രം അത് കേട്ടു പുറത്തു വന്നു. ഇനിയും പേർ ചൊല്ലി വിളിക്കുകയില്ല. ദൈവത്തിൻ്റെ കാഹളം ധ്വനിപ്പിക്കുകയാണ്. നോക്കൂ, ഒരിക്കൽ കൂടി 1 തെസ്സലോനിക്കർ 4:16 ആ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയുടെ 7-ാമത്തെ അധ്യായം 7-ാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു. തുടർന്ന് നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15 8-ാം ഭാഗം 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. ദ്രവത്വം, മരണം, വിഷമുള്ള മരിച്ചുപോയവർ ദ്രവിച്ചു പോയി. എന്നാൽ അത് ഇനിയും ദ്രവത്വം വരാത്ത സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നു. അതൊരു വസ്ത്രം മാറുന്നതുപോലെ എന്ന് പറയുന്നു.
ഫിലിപ്പിയർ 3:21, 2 കൊരിന്ത്യർ 5:4 എന്നിവയും. അതുകൂടാതെ 54-ാമത്തെ വാക്യം യെശയ്യാവ് 25:8 നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞത് ഇവിടെ എല്ലാ ദൈവമക്കളുടെയും ഓഹരിയായി പറയുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് യെശയ്യാവിൽ നിന്നുമുള്ള ഉദ്ധരണി ഇവിടെ ചേർത്തിരിക്കുന്നതിൽ കാണുന്ന അല്പവ്യത്യാസം ഇത് സെപ്റ്റുവേജിൻ്റെ ഭാഷാന്തരത്തിൽ നിന്നും ഉദ്ധരിച്ചത് കൊണ്ടാണ്. 56-ാം വാക്യത്തിൽ മരണത്തെ ഒരു വിഷജന്തുവിനോട് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. നോക്കൂ, റോമർ 10:4. ആ ക്രിസ്തു മരണത്തെ ജയിച്ചു. ആ ജയം നമുക്ക് കൂടി ഉള്ളതാണ്. ക്രിസ്തുവിനുള്ളവർ മരണത്തിൻ്റെ തടവുകാരല്ല, പുനരുത്ഥാന പ്രതീക്ഷയിൽ നിദ്ര കൊള്ളുന്നവരാണ്. അതുകൊണ്ട് പൗലോസ് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പറയുന്നു. 58-ാമത്തെ വാക്യം, പ്രിയ സഹോദരന്മാരെ. ഈ പ്രയോഗം ഫിലിപ്പിയർ 4:1 കൊടുത്തിരിക്കുന്നത് കാണുക. ഈ അധ്യായം തുടങ്ങുന്നതും സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. അതുവരെ ശാസനരൂപത്തിലും കഠിനമായും പൗലോസ് കൊരിന്ത്യരോട് സംസാരിച്ചുവെങ്കിലും അവരോടുള്ള തൻ്റെ സ്നേഹത്തിന് വ്യതിയാനം വന്നിട്ടില്ല എന്ന് സഹോദരന്മാരെ എന്ന സംബോധന തെളിയിക്കുന്നു. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പ്രതിഫലം പ്രാപിക്കേണ്ടതിന് കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ച് നാം കർത്താവിൻ്റെ വേലയിൽ വിളങ്ങി വരുവാൻ ഇടയാകട്ടെ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരവും മഹത്തരവുമായ ഒരു സംഭവമായിരിക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. തൻ്റെ രണ്ടാം വരവിനെ വെളിപ്പെടുത്തുന്ന അനേകം തിരുവെഴുത്തുകൾ ഇവിടെ നാം കാണുന്നുണ്ട്. നോക്കൂ, വെളിപ്പാട് പുസ്തകം 1:7, 22:7, മത്തായി 24:30, യോഹനൻ 14:3, അപ്പോസ്തല പ്രവൃത്തികൾ 1:10, 11, 1 തെസ്സലോനിക്കർ 4:16, 17. ഈ രണ്ടാം വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും, നോക്കൂ, യോഹനൻ 5:28, 1 തെസ്സലോനിക്കർ 5:16, 17, വെളിപ്പാട് 20:15. ന്യായവിധിയും പ്രതിഫലവും നൽകപ്പെടുകയും ചെയ്യും. യോഹനൻ 5:22, റോമർ 5:7, 1 കൊരിന്ത്യർ 3:13 മുതൽ 15 വരെ, വെളിപ്പാട് 20:11 മുതൽ 15 വരെ. ക്രിസ്തു രാജാവായി ലോകത്തെ ഭരിക്കും. ന്യായം, നീതി, സാമൂഹിക സമത്വം എന്നിവ അന്ന് ലോകത്തിൽ സംജാതമാകും. വെളിപ്പാട് 19:15, 16 ഇവ നോക്കുക. കർത്താവിൻ്റെ ഈ രണ്ടാം വരവിനെക്കുറിച്ച് 3 ചിന്താഗതികളാണ് നിലവിലുള്ളത്. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമെന്നും മഹാപീഡനകാലത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവ് സഭയെ ചേർത്തുകൊള്ളുവാൻ വരുമെന്നും പഠിപ്പിക്കുന്നവർ. ഇവരെ പീഡനാനന്തര ഉൽപ്രാവണവാദികൾ, പോസ്റ്റ് ട്രിബുലേഷൻ മഹോദ്രവവാദികൾ എന്ന് പറയുന്നു. രണ്ടാമത്തെ കൂട്ടർ മഹോപദ്രവ കാലത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ സഭ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ. ഇവരെ മധ്യപീഡന ഉൽപ്രാവണക്കാർ, മിഡ് ട്രിബുലേഷൻ എന്ന് പറയുന്നു. 3 മഹോപദ്രവകാലം തുടങ്ങുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്ന് പഠിപ്പിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. ഇവരെ പൂർവ്വപീഡന ഉൽപ്രാവണവാദികൾ അല്ലെങ്കിൽ പ്രീ ട്രിബുലേഷൻ എന്ന് പറയുന്നു. വേദശാസ്ത്ര പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും ഈ ആശയമാണ് പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ പുനരാഗമനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരുന്നതാണ്, 1 തെസ്സലോനിക്കർ 4:16, 17. ഇതിനെ ഉൽപ്രാവണം, റാപ്ചർ എന്ന് പറയുന്നു. വരവിൻ്റെ 2ാം ഘട്ടം മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ സഭയെയും കൊണ്ട് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നതാണ്. 1 തെസ്സലോനിക്കർ 3:13, യൂദ 15, വെളിപ്പാട് 19:11 മുതൽ 16 വരെ. ഇതിനെ മഹത്വ പ്രത്യക്ഷത, ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് പറയുന്നു. കൂടുതൽ വിശദീകരണത്തിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം വരുമ്പോൾ അത് വിശദീകരിക്കാം. ഇവിടെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 8 ഭാഗങ്ങളായി പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.